നീ വാഹനം കയറുന്ന സമയം ബിസ്മില്ല ഓതേണ്ടതാണത് പോലെ വീണ്ടും ഹംദല. മൃഗമാണ് വാഹനമെങ്കിലോരോ ചുവടിനും നിനക്കുണ്ട് ഭാഗ്യം സോദര ഹസനാത്തിനും എന്നാണ് അബൂ ഹുറൈറയോടും തിരുനബി സ്വല്ലല്ലാഹു അലൈഹില്ല പറഞ്ഞത്. സ്വാഹിബി പറയുന്നു സയ്യിദുനാ അലി റളിയല്ലാഹ് നബി മുസ്തഫയിൽ നിന്നുമാ സ്വല്ലല്ലാഹ്. സ്വർഗത്തിലുണ്ടൊരു രമ്യഹർമ്മം കേമമ, പേരതിന് ദാറുന്നൂറ് എന്ന് പ്രസിദ്ധമാ. അതിലുള്ള സകലതും നൂറിനാൽ സൃഷ്ടിച്ചതാ, തൂണൊന്നുമില്ലത് വായുവിൽ നിൽക്കുന്നതാ. വഴിയില്ല കയറാൻ താഴെ നിന്നതിലേക്ക്, ചോദിച്ചു നബിയെ എങ്ങനാണകത്തേക്ക്. അതിലേക്ക് കയറാൻ പറയണം ബിസ്മില്ലാ, ഉടൻ തന്നെ എത്തും അകത്ത് സുബ്ഹാനല്ലാഹ്. കപ്പൽ നടത്തൽ അത് നിറുത്തൽ രണ്ടിനും ബിസ്മില്ല തന്നാ സോദര നബി നൂഹിനും. പറയുന്നു ഇബ്നുൽ ജൗസിഹി ബുസ്താനിഹി ഫീ ബുസ്താനിഹി, മലക്കൊന്ന് വരുമടക്കി കഴിഞ്ഞാൽ കബരിഹി, കടലാസ് മഷിയും പേനയും കൊടുക്കുന്നതാ, അവനുള്ള അഅ്മാൽ എഴുതുവാൻ പറയുന്നതാ. എഴുതുന്നതാണത് കേട്ട് അഅ്മാലൊക്കെയും, എഴുത്തിന് വശമില്ലവന് എന്നാൽ തന്നെയും സആദത്തിൻ്റെ അഹ്ലിൽ പെടും അവനെങ്കിലേ. ബിസ്മില്ല കൊണ്ട് തുടക്കമാണ് ആദ്യത്തിലെ, ഖബറിൻ്റെ ശിക്ഷകൾ മുഴുവനും ഇത് കൊണ്ട് സുഹൃത്തുക്കളെ ഒഴിയുന്നതാണെന്നുണ്ട്. ഇതുപോലെ ഖബറിൽ ചെന്നു ചേർന്നാൽ പിന്നെ വിജയത്തിലാക്കണമെൻ്റെ റബ്ബേ എന്നെ. കൂടാതെ അഹ്ലൗലാദ് അഹ്ബാബ് അവരെയും, മാതാപിതാക്കൾ വന്യ ഗുരുവെല്ലാവരെയും